ഹലോ ഡേ വ്യൂവേഴ്സ്, നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഇമോഷണൽ ഇൻ്റലിജൻസിനെ പറ്റിയാണ്. വൈകാരിക ബുദ്ധി എന്ന് മലയാളത്തിൽ പറയും. അതായത് ഇമോഷണലി സ്റ്റേബിൾ ആയിട്ടുള്ള ആളുകൾ ചെയ്യുന്ന ഒരു 5 കാര്യങ്ങൾ, അഥവാ ഇമോഷണലി സ്റ്റേബിൾ ആയിട്ടുള്ള ആളുകളുടെ 5 ലക്ഷണങ്ങൾ. നമ്മൾ ഈ പറയുന്ന പോയിന്റ്സ് നിങ്ങൾക്ക് ഉണ്ടോ എന്നും കൂടി നമുക്ക് ചെക്ക് ചെയ്യാമല്ലോ. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനും പറയാനും അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാനും ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വികാരങ്ങളെ നിയന്ത്രിക്കാൻ അറിയുക, ഇമോഷണൽ ഇൻ്റലിജൻസ് ഉള്ള ഒരു വ്യക്തിയാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലൈഫിൽ സോൾവ് ചെയ്യാൻ പറ്റും കേട്ടോ. അതിലേറ്റവും ആദ്യത്തെ കാര്യമാണ് ബി ഹോണസ്റ്റ് ഇൻ ടഫ് ടോക്സ് എന്ന് പറയുന്നത്. ചില പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത്, ഇപ്പോൾ വീട്ടിൽ, കുടുംബത്തിൽ, നമ്മുടെ ഫ്രണ്ട് സർക്കിളിൻ്റെ ഉള്ളിൽ, കപ്പിൾസിൻ്റെ ഇടയിൽ ഒക്കെ ഒരു ടഫ് സിറ്റുവേഷൻ വരുന്ന സമയത്ത്, ഒരു ആർഗ്യുമെൻറ്റ്സ് വരുന്ന സമയത്ത്, ചില പ്രശ്നങ്ങളെ പറ്റി നമ്മൾ ഓപ്പണായിട്ട് സംസാരിക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ നമ്മൾ ഒന്ന് ഹൈപ്പായിട്ടും ചിലപ്പോൾ കുറച്ച് ഓവറായിട്ടും സംസാരിക്കേണ്ട ചില സിറ്റുവേഷനൊക്കെ വന്നിരിക്കാം. അത്രയും ഹാർഡ് ടോക്സ് വരുന്ന സമയത്തൊക്കെ ഹോണസ്റ്റ് ആയിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അല്ലെങ്കിൽ ഹോണസ്റ്റ് ആയിരിക്കും ഇങ്ങനത്തെ ആളുകൾ. ഓപ്പോസിറ്റ് സൈഡിലിരിക്കുന്ന വ്യക്തി നമ്മളോട് ലോയൽ ആയിരിക്കാം, നമ്മളോട് നല്ലപോലെ പെരുമാറുന്ന ആളായിരിക്കാം, നമ്മളെ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യുന്ന ആളായിരിക്കാം. പക്ഷേ ചില വഴക്കുകളൊക്കെ വരുന്ന സമയത്ത്, ആർഗ്യുമെൻറ്റ്സ് വരുന്ന സമയത്ത് നമ്മൾ ഉള്ളതും ഇല്ലാത്തതും ഒക്കെ അങ്ങ് പറയും അവരെ പറ്റി. അല്ലെങ്കിൽ അവർ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ ചില സിറ്റുവേഷനിൽ അവർ നമ്മുടെ അടുത്ത് അങ്ങനെ പെരുമാറിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവരുടെ അടുത്ത് ഒരുപാട് ആർഗ്യൂ ചെയ്യും. ഒരുപാട് മോശം വാക്കുകൾ നമ്മൾ അവരെ പറ്റി സംസാരിക്കും. അവരുടെ മനസ്സ് നോവുന്ന രീതിയിലൊക്കെ സംസാരിക്കും. അങ്ങനെയുള്ള ആളുകളെ കണ്ടിട്ടുണ്ട്. വൈകാരികമായിട്ടുള്ള കാര്യങ്ങളെ എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്ന് അറിയുന്ന ആളുകൾ കൂടുതലും ആർഗ്യുമെൻറ്റ്സ് വരുന്ന സമയത്ത്, നമ്മൾ ആർഗ്യൂ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ സത്യസന്ധമായിട്ട് നമുക്ക് എന്താണ് സംസാരിക്കാനുള്ളത് അത് മാത്രം നമ്മൾ സംസാരിക്കും. ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിനെ ഒരു തരത്തിലും വേദനിപ്പിക്കാത്ത രീതിയിൽ, അല്ലെങ്കിൽ വേദനിപ്പിക്കും എങ്കിൽ കൂടി ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ അടിച്ചേൽപ്പിക്കില്ല എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ലിസൺ ആൻഡ് ഷെയർ എംപതി എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ പോയിന്റ്. ഇത് ഒരു ഉദാഹരണ സഹിതം പറഞ്ഞാലാണ് മനസ്സിലാവാട്ടോ. സോൾട്ട് ആൻഡ് പേപ്പർ എന്ന മൂവി എല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കും. ലാലും ശ്വേത മേനോനും കൂടി ഫോണിൽ സംസാരിക്കുന്ന സമയത്ത് മരിച്ചുപോയ അമ്മയെ പറ്റി സംസാരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരെയാണ്. അപ്പോൾ സഡൻലി ശ്വേത മേനോൻ കരഞ്ഞു പോവുകയാണ്. അവർക്ക് അവരുടെ ആ ഒരു സങ്കടം എന്ന് പറയുന്ന ആ ഒരു ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വന്ന് അവർ കരഞ്ഞു പോവുകയാണ്. അപ്പോൾ 2 വ്യക്തികളാണുള്ളത്. ഒരാൾ കരയുന്നു, മറ്റേയാൾ അപ്പുറത്തത് കേൾക്കുകയാണ്. അപ്പോൾ ആ ഒരു കരച്ചിലിനെ മാനേജ് ചെയ്യാൻ പറ്റാതെ ആർ യു ഓക്കെ എന്ന് ചോദിക്കുമ്പോൾ ശ്വേത മേനോൻ പറയുന്നുണ്ട് നോ ഐ എം നോട്ട് ഓക്കെ എന്ന് പറയുന്നുണ്ട്. സഡൻലി ലാൽ ഫോൺ കട്ട് ചെയ്തിട്ട് പോവാണ്. അത്രയധികം വിഷമിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, നമ്മുടെ ഒരു എംപതിയൊക്കെ ആവശ്യമുള്ള ഒരു സിറ്റുവേഷനിൽ അതെങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരാളെ ആശ്വസിപ്പിക്കേണ്ടത് എന്ന് തിരിച്ചറിയാൻ പറ്റാണ്ട് ലാൽ ആ ഫോൺ കട്ട് ചെയ്ത് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് പോവാണ്. ഇങ്ങനെയുള്ള ആളുകൾ ഇമോഷണലി അൺസ്റ്റേബിൾ ആയിരിക്കും. അവരും ഇമോഷൻസിനെ എങ്ങനെ കൺവേ ചെയ്യണമെന്ന് അറിയാത്ത ആളായിരിക്കും. ഒരാൾക്ക് സ്നേഹവും ആശ്വസിപ്പിക്കലും സഹാനുഭൂതിയും എംപതിയും സിമ്പതിയും ഒക്കെ വേണ്ട സിറ്റുവേഷനിൽ അതെങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത്, അവർക്കത് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, അവരെങ്ങനെയാണ് ആശ്വസിപ്പിക്കേണ്ടത് എന്നറിയാത്ത വ്യക്തികളായിരിക്കും. വൈകാരികമായ കാര്യങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് അറിയുന്ന ആളുകൾ അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വെച്ചിട്ട് പോവാം, എനിക്ക് ഇതിൻ്റെ വിഷമമൊന്നും കേൾക്കാൻ പറ്റില്ല എന്ന് പറയാതെ അവർക്ക് പറയാനുള്ളതൊക്കെ കേട്ട് അവരുടെ സങ്കടത്തിന് കൂട്ടായിട്ടിരുന്ന് ആ ഒരു സമയത്ത് നല്ലൊരു കമ്പാനിയൻ ആവാൻ നോക്കുക, നല്ലൊരു സുഹൃത്താവാൻ നോക്കുക, നല്ലൊരു ലിസണർ ആവാൻ നോക്കുക എന്നുള്ളതൊക്കെയാണ് ഇമോഷണലി സ്റ്റേബിൾ ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ വികാരങ്ങളെ നിയന്ത്രിക്കാൻ അറിയുന്ന ആളുകൾ ചെയ്യുന്ന കാര്യം കേട്ടോ. മൂന്നാമത്തെ കാര്യമാണ് ഓപ്പൺ അപ്പ് ടു ബിൽഡ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. ഒരാൾക്ക് നമ്മൾ ട്രസ്റ്റ് വർത്തി ആയിരിക്കുക, അല്ലെങ്കിൽ ഒരാളുടെ മുൻപിൽ നമ്മൾ അത്രയും അധികം വിശ്വസ്തനായിരിക്കുക എന്ന് പറയുന്നതിൽ നമ്മൾ ഓപ്പൺ അപ്പ് ആയിരിക്കുക എന്നുകൂടി അർത്ഥമുണ്ട് കേട്ടോ. നമ്മൾ അത്രയും ട്രസ്റ്റ് വർത്തി ആയിരിക്കേണ്ട ബന്ധങ്ങളിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ് ഇമോഷൻസിനെ, നമ്മുടെ കാര്യങ്ങളെ, നമ്മുടെ അപ്ഡേറ്റ്സിനെ, നമ്മുടെ ഡേ ടു ഡേ ആയിട്ടുള്ള കാര്യങ്ങളെ ഒന്നും ഹൈഡ് ചെയ്ത് വെക്കാതിരിക്കുക എന്ന് പറയുന്നത് കേട്ടോ. അത്രയും ക്ലോസ് സർക്കിളായിരിക്കുന്ന ഒരു വ്യക്തിയോട് ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് വരണം എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും കാര്യങ്ങളെ ഹൈഡ് ചെയ്യാതെ ഓപ്പൺ അപ്പ് ആയിരിക്കുക എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഇമോഷണലി സ്റ്റേബിൾ ആയിട്ടുള്ള ആളുകൾ എപ്പോഴും അവരുടെ കാര്യങ്ങൾ ഹൈഡ് ചെയ്യില്ല എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. എല്ലാവരോടുമല്ല, അത്രയും ക്ലോസ് ആയിട്ടിരിക്കുന്ന ആളുകളോട്, അവർ റിലേഷനായിരിക്കുന്ന ആളുകളോട്, അല്ലെങ്കിൽ അവരുടെ ബെറ്റർ ഹാഫിനോട് എപ്പോഴും അവർ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കും. കാരണം എപ്പോഴും നമ്മൾ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുമ്പോഴാണ് അതിന് സൊല്യൂഷൻ
നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്നത്. നല്ലൊരു വ്യക്തിബന്ധം ഉണ്ടാകുമ്പോൾ, നല്ലൊരു സുഹൃത്ത് ബന്ധം ഉണ്ടാകുമ്പോൾ, നല്ലൊരു സ്നേഹം അവിടെ പ്രാവർത്തികമാകണമെങ്കിൽ ഓപ്പൺ അപ്പ് ആവാൻ ശ്രമിക്കുക, സീക്രട്സ് ഉണ്ടാവാതിരിക്കുക, ഹൈഡ് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നതാണ്. 4ാമത്തെ പോയിൻ്റാണ് ലേൺ ഫ്രം പാസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ആളുകൾ ഈ പാസ്റ്റിൽ നടന്നിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു പാഠവും പഠിക്കാതെ വീണ്ടും 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 കുഴിയിൽ പോയി ചാടുന്നു, അല്ലെങ്കിൽ വീണ്ടും അതേ തെറ്റുകൾ തന്നെ ആവർത്തിക്കുന്നു, അങ്ങനെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇമോഷണലി സ്റ്റേബിൾ ആയിട്ടുള്ള ആളുകൾ, അത്രയും ഓക്കെ ആയിട്ട് ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ അറിയുന്ന ആളുകൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പാസ്റ്റിലെ എക്സ്പീരിയൻസിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് എന്ത് ഇമോഷനാണ് നമുക്ക് കൺട്രോൾ ചെയ്യേണ്ടത് എന്ന് പഠിച്ചിട്ട് ആ ഒരു കാര്യത്തിനെ മുൻനിർത്തിയായിരിക്കും മുന്നോട്ടേക്ക് പെരുമാറുക എന്നുള്ളതാണ്. നമ്മൾ ചില സിറ്റുവേഷൻ വരുന്ന സമയത്ത് ആങ്കർ മാനേജ്മെൻറ്റ് അറിയാത്ത ആളുകൾ ചിലപ്പോൾ പാസ്റ്റിൽ ഒരു അനിയന്ത്രിതമായിട്ട് ദേഷ്യപ്പെടുകയും അല്ലെങ്കിൽ ആ ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് നല്ല ബന്ധങ്ങൾ നഷ്ടപ്പെടുകയും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാകും. അപ്പോൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഇമോഷണലി സ്റ്റേബിൾ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ചില ആളുകൾ മുന്നോട്ടേക്ക് ആങ്കർ മാനേജ്മെൻറ്റ് പ്രാക്ടീസ് ചെയ്യും. ദേഷ്യത്തിനെ കൺട്രോൾ ചെയ്യാനും കോപത്തിനെ നിയന്ത്രിക്കാനൊക്കെ ഇങ്ങനെയുള്ള ആളുകൾ പഠിക്കാതെ വീണ്ടും 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 സിറ്റുവേഷൻസ് മനസ്സിലാക്കാതെ ദേഷ്യപ്പെട്ട് കോപത്തിനെ അഴിച്ചുവിട്ട് ഒക്കെ അങ്ങനെയുള്ള ആളുകളാണ് ഈ ഇമോഷണലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ആളുകൾ. 5ാമത്തെ പോയിൻ്റാണ് എവറിത്തിങ് ഷാൽ പാസ്, എവറിത്തിങ് ഹാപ്പൻ ഫോർ എ റീസൺ എന്നൊക്കെ പറയുന്നത്. സന്തോഷങ്ങൾ വരുമ്പോൾ, സങ്കടങ്ങൾ വരുമ്പോഴൊക്കെ നമ്മളത് അമിതമായിട്ട് ആഹ്ലാദിക്കുകയും അമിതമായിട്ട് സന്തോഷിക്കുകയും തുള്ളിച്ചാടുകയും അല്ലെങ്കിൽ അത്രയും വേസ്റ്റ് സിറ്റുവേഷനിൽ പോയിരുന്ന് കരയുകയും ഒക്കെ ചെയ്യുന്നവരാണ് നമ്മളിൽ പലരും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സന്തോഷമായിക്കോട്ടെ, സങ്കടമായിക്കോട്ടെ, നമുക്ക് വരുന്ന എല്ലാ വികാരങ്ങളായിക്കോട്ടെ, അതിന് നൈമിഷികമായിട്ടുള്ള ആയുസ്സേ ഉള്ളൂ എന്നുള്ളതാണ്. നമ്മളിന്ന് ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നു, ചിലപ്പോൾ നാളെ മറ്റന്നാൾ നമുക്ക് ആ ഒരു കാര്യം ആലോചിക്കുന്ന സമയത്ത് നമുക്ക് അത്രയും സന്തോഷം തോന്നണം എന്നില്ല. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു സർപ്രൈസ് കിട്ടിയെന്ന് വിചാരിക്കാം. ആനിവേഴ്സറിക്കോ ബർത്ത്ഡേക്കോ നമുക്ക് നമ്മൾ വിചാരിച്ചതിലും അപ്പുറം ഉള്ള ഒരു കാര്യത്തിനെ തന്നെ നമ്മുടെ പാർട്ട്ണറോ നമ്മുടെ സിബ്ലിങ്സോ നമ്മുടെ ഫാമിലിയോ ഫ്രണ്ട്സോ നമ്മളെ സന്തോഷിപ്പിച്ചു എന്ന് കരുതുക. ആ ഒരു ദിവസം ചിലപ്പോൾ നമ്മൾ ആ ഒരു കാര്യത്തിൻ്റെ മേലെ ഓർത്ത് സന്തോഷിക്കുകയും എക്സൈറ്റഡ് ആവുകയും ഇരിക്കും. ചിലപ്പോൾ മോസ്റ്റ്ലി അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ 2ാമത്തെ ദിവസമോ 3ാമത്തെ ദിവസമോ എത്തിക്കഴിയുമ്പോൾ ആ ഒരു കാര്യം ആലോചിച്ച് നമുക്ക് ആദ്യത്തെ ദിവസം ഉണ്ടായ അത്രയും അളവിൽ നമുക്ക് ചിലപ്പോൾ എക്സൈറ്റ്മെൻറ്റോ സന്തോഷമോ ഉണ്ടായി എന്ന് വരില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾക്ക് ഒക്കെ നൈമിഷികമായിട്ടുള്ള ആയുസ്സേ ഉള്ളൂ. ഈ ഒരു കാര്യത്തിനെ പറ്റി കൃത്യമായ ബോധമുള്ള ആൾ ഒരു കാര്യത്തിലും അമിതമായിട്ട് സന്തോഷിക്കുകയും അമിതമായിട്ട് ഉത്സാഹിക്കുകയും അമിതമായിട്ട് സങ്കടപ്പെടുകയും അമിതമായിട്ട് കൗതുകമുളവാക്കുകയും ചെയ്യുന്ന ആളായിരിക്കില്ല എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ കാര്യത്തിലും ഒരു മിതമായിട്ട് നമ്മുടെ വികാരങ്ങളെ എക്സ്പ്രസ് ചെയ്യുന്നതാണ് അമിതമായിട്ടുള്ള സങ്കടങ്ങൾ വരാതിരിക്കാനും നമ്മളൊരു വല്ലാത്ത നിരാശയിലേക്ക് കൂപ്പുകുത്താതിരിക്കാനും പ്രധാനപ്പെട്ട കാര്യം എന്ന് വേണമെങ്കിൽ പറയാം. ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ അറിയുന്ന ആളുകൾ, ഇമോഷണൽ ഇൻ്റലിജൻസ് അത്രയും അധികമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ ഒരു കാര്യത്തിലും അമിതമായിട്ട് സന്തോഷിക്കില്ല. അർഹിക്കുന്ന ആ ഒരു സന്തോഷവും സങ്കടവും മാത്രമേ ഏതൊരു കാര്യത്തിലും അവരുടെ ഉള്ളിൽ നിന്ന് ഉണ്ടാവുള്ളൂ. വികാരങ്ങളെ നിയന്ത്രിക്കാൻ അറിയാതെ, കടിഞ്ഞാണിടാൻ അറിയാതെ ആളുകൾ ചെയ്യുന്ന 3 കാര്യങ്ങൾ, പ്രധാനപ്പെട്ട 3 കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിൽ ഏറ്റവും 1ാമത്തെ കാര്യമാണ് അവോയ്ഡ് ടഫ് കോൺവെർസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില ആർഗ്യുമെൻറ്റ്സിൽ ഇരുന്ന് കൊടുക്കുമ്പോൾ, നമ്മൾ ചില വാഗ്വാദങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ അതിലേക്ക് ഇരുന്ന് കൊടുത്ത് നമ്മുടേതായിട്ടുള്ള വിഷനും നമ്മുടേതായിട്ടുള്ള ഒപ്പീനിയനും പറയുമ്പോഴാണ് നമ്മുടെ നിലവാരം വർദ്ധിക്കുകയുള്ളൂ, നമ്മുടെ അറിവ് വർദ്ധിക്കുകയുള്ളൂ, നമ്മുടെ ചില തെറ്റുകൾ മാറ്റി അതിൽ വേറെ ശരികൾ ആഡ് ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. നമ്മൾ ഓരോ നിമിഷവും പുതിയ മനുഷ്യനായിട്ട് മാറുള്ളൂ. പക്ഷേ ഇമോഷണലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ആളുകൾ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നിന്നൊക്കെ മാറി നിൽക്കും. കാരണം അവർക്ക് അങ്ങനത്തെ ഒരു ടഫ് സിറ്റുവേഷനെ മാനേജ് ചെയ്യാൻ അറിയില്ല. ഒരു വഴക്കുണ്ടാകും എന്ന് അറിയുന്ന ഫോൺ കോൾസ് അവരെടുക്കില്ല. അല്ലെങ്കിൽ ഞാനിപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരെല്ലാവരും കൂടെ ഞാൻ ആ ചെയ്ത കാര്യത്തിനെ പറ്റി ചോദിക്കും, അല്ലെങ്കിൽ എല്ലാവരും കൂടെ എന്നെ ഒന്നിച്ച് കല്ലെറിയും, സോ ഞാൻ പോയില്ല എന്നൊക്കെ പറയുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സിറ്റുവേഷനിലേക്ക് ഇറങ്ങിച്ചില്ല. അവർ പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുക, നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുക, ഒരു ഓപ്പൺ ഡിസ്കഷനിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുക എന്നുള്ളതാണ് നമ്മൾ ആ ഒരു വികാരത്തിനെ നിയന്ത്രിക്കാനും അല്ലെങ്കിൽ വരുന്ന കാര്യങ്ങളെ ഫേസ് ചെയ്യാനും. അപ്പം നമുക്ക് കുറച്ചും കൂടി മനക്കെട്ടി ഉണ്ടാകും, നമ്മൾ കുറച്ചും കൂടിയും നല്ല മനുഷ്യനായി തീരും. നമ്മൾ ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കും. നമ്മൾ ഒളിച്ചിരുന്ന് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളാണ് ശരി എന്ന് വരും. നമ്മൾ പുതിയ ഒരു ഇമോഷനെ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കില്ല. നമ്മൾ ആ ഒരു ജനിച്ചപ്പോൾ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഒരു 20 വയസ്സിൻ്റെ പക്വത, അല്ലെങ്കിൽ 20 വയസ്സിൻ്റെ കൗതുകം, അല്ലെങ്കിൽ എക്സൈറ്റ്മെൻറ്റ്, ദേഷ്യം, സന്തോഷം, ആ ഒരു ലെവലിൽ തന്നെ നമ്മൾ നിൽക്കുള്ളൂ. നമ്മൾ പുതിയ കാര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ചില കാര്യങ്ങൾ ഫേസ് ചെയ്താലാണ്
നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുകയുള്ളൂ. ഇമോഷണലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ആളുകളിൽ കണ്ടുവരുന്ന രണ്ടാമത്തെ കാര്യമാണ് ഡിസ്മിസ് അതേഴ്സ് ഫീലിങ്സ് എന്ന് പറയാം. നമ്മുടെ കൂടെയുള്ള ആളുകളുടെ ഫീലിങ്സിനും അവരുടെ ഇമോഷൻസിനും ഒക്കെ 0% വാല്യൂ കൊടുക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. എത്ര തന്നെ കരഞ്ഞു കാണിച്ചാലും, എത്ര തന്നെ കരഞ്ഞ് കാല് പിടിച്ചാലും, നമ്മുടെ സങ്കടങ്ങളെ എക്സ്പ്രസ് ചെയ്താലും അതൊന്നും മനസ്സിലാവാത്ത ആളുകൾ അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. ഇമോഷണലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ആളുകളാണ്. അവർക്ക് ആ വികാരങ്ങൾ എങ്ങനെയാണ് നിയന്ത്രിക്കേണ്ടത്, എങ്ങനെയാണ് അവരുടെ കാര്യങ്ങൾ കേട്ടിട്ട് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കേണ്ടത് എന്നറിയാത്ത ആളുകളായിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ലാൽ ആ ഒരു സമയത്ത് ആ ഒരു ഫോൺ കോൺവെർസേഷനിൽ ഫോൺ കട്ട് ചെയ്ത് പോയത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വിഷമത്തിനെ ഹാൻഡിൽ ചെയ്യാൻ, അല്ലെങ്കിൽ അയാളുടെ അടുത്തുനിന്നൊരു പോട്ടെ സാരമില്ല എന്നൊരു വാക്ക് വരാൻ, അല്ലെങ്കിൽ അത് പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. കൂടെയുള്ള ആളുടെ സങ്കടം കേൾക്കാനോ കൂടെയുള്ള ആളുകളെ കേട്ടിരിക്കാനോ അവർക്കറിയില്ല. നമ്മൾ ചില ആളുകളുടെ കരച്ചിലും ചില ആളുകളുടെ ഇമോഷൻസും സങ്കടവും ഒക്കെ കണ്ട് അതിൽ നിന്ന് നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കണം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇമോഷണലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ആളുകൾ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നിന്ന് മാറി നിൽക്കും. ഫീലിങ്സ് കണ്ടില്ലെന്ന് നടിക്കും. അവരുടെ തോളത്ത് തട്ടി പോട്ടെ സാരമില്ല നിനക്ക് ഞാനില്ലേ എന്ന് പറയാൻ, അങ്ങനൊരു വാക്ക് ഉള്ളിൽ നിന്ന് വരുത്താൻ പോലും മെനക്കെടാത്ത ആളുകളാണ് ഇമോഷണലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ആളുകൾ. മൂന്നാമത്തെ കാര്യമാണ് ഓവർ റിയാക്ട് ഇമോഷണലി എന്ന് പറയാം. അത് നേരത്തെ പറഞ്ഞതുപോലെ ആങ്കർ മാനേജ്മെൻ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ കാര്യം ആയിക്കോട്ടെ, നമ്മൾ ഭയങ്കര ഓവർ റിയാക്ട് ചെയ്യും. ചില സിറ്റുവേഷനിൽ നമ്മളിപ്പോൾ ദേഷ്യപ്പെടാൻ പാടില്ല, ഇതൊരു ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇത് കാണുന്നുണ്ട്, ഒരു പാർട്ടിയാണ് അല്ലെങ്കിൽ ഒരു ഗെറ്റ് ടുഗദർ ആണ്, ഇവിടെ വെച്ച് എൻ്റെ ദേഷ്യമോ ഇവിടെ വെച്ച് എൻ്റെ ആങ്സൈറ്റിയോ ഇവിടെ വെച്ച് എൻ്റെ ആ ഒരു ഫ്രസ്ട്രേഷനോ ഞാൻ എക്സ്പ്രസ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു മിനിമം കോമൺ സെൻസ് പോലും ഇല്ലാതെ ആ ഒരു സ്ഥലത്ത് വെച്ച് ഓവർ റിയാക്ട് ചെയ്യും. നമ്മൾ ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്, ഹസ്ബൻഡിൻ്റെ ഓവർ റിയാക്ഷന് പലപ്പോഴും പാത്രമാകുന്നത്, നാണം കെടുന്നതൊക്കെ പാവപ്പെട്ട ഭാര്യമാരായിരിക്കും അല്ലേ. തിരിച്ചുള്ള സിറ്റുവേഷൻസും ഉണ്ടാവാറുണ്ട്. ഓവർ റിയാക്ട് ചെയ്യാതെ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ ടാക്കിൾ ചെയ്യണമെന്നും ആ ഒരു സിറ്റുവേഷനെ എങ്ങനെ മാനേജ് ചെയ്യണമെന്നും അറിയാത്ത ആളുകളായിരിക്കും ഇമോഷണലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ആളുകൾ. സമാധാനമായിട്ട് വീട്ടിൽ പോയി അല്ലെങ്കിൽ ആ ഒരു നമുക്ക് ദേഷ്യം വന്നതും നമ്മളും ആരോടാണോ നമുക്ക് ദേഷ്യം തോന്നിയത് അവരും മാത്രമായിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ സംസാരിച്ച് കാര്യങ്ങളെ സോൾവ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളൊരു കാര്യം ആ സമയത്ത് അവർക്ക് ഉണ്ടാവില്ല. കാരണം അവർക്ക് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ അറിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം നമ്മളിവിടെ സംസാരിച്ചത് ഇമോഷണലി സ്റ്റേബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമോഷണലി ഇൻ്റലിജൻ്റ് ആവാൻ വേണ്ട 5 കാര്യവും, അതുപോലെ തന്നെ ഇമോഷണലി അൺസ്റ്റേബിൾ ആവാൻ സാധ്യതയുള്ള ഒരു 5 കാര്യവും. ബേസിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഡൂസ് ആൻഡ് ഡോൺട്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ സംസാരിച്ചത്. ഈ കാര്യങ്ങളെപ്പറ്റി നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും സിറ്റുവേഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ കാണുന്നത് വരെ ബൈ ആൻഡ് താങ്ക് യു.